Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ 2024 നീറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റ് മെയ് 5. നമുക്കറിയാം ഇനി 4 ദിവസങ്ങൾ മാത്രം. ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ നാം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഏറ്റവും നല്ലൊരു മികച്ച വിജയത്തിലേക്ക് റാങ്കിലേക്ക് എത്തണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഒരു എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ നാം ക്യാരി ചെയ്യണം. ഫസ്റ്റ് വൺ, ഒരു സിമ്പിൾ ഡ്രസ്സ് ആയിരിക്കണം ഒരു വിദ്യാർത്ഥി ധരിക്കേണ്ടത്. എന്താണ് സിമ്പിൾ ഡ്രസ്സ് എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് NTA വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ലഭിക്കും. എങ്കിലും മുൻ വർഷങ്ങളിൽ എൻട്രൻസ് കമ്മീഷണർ സിമ്പിൾ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാഫ് സ്ലീവ് ഉള്ള ഷർട്ടുകളും അതുപോലെ മെറ്റൽ പാർട്ടുകൾ ഒഴിവാക്കിയുള്ള പാൻറ് പോലുള്ള ഡ്രസ്സുകളും ഇതിനോടൊപ്പം നോർമൽ സ്ലിപ്പറുകളും ധരിച്ചുകൊണ്ട് വേണം ഒരു വിദ്യാർത്ഥി എക്സാമിനേഷൻ ഹാളിൽ ചെല്ലാൻ. നാം ഇതിനോടൊപ്പം ഒത്തിരി മെറ്റൽ പാർട്ടുകൾ വരുന്ന ഇയർ റിങ്ങുകൾ അതുപോലുള്ള സ്മാർട്ട് വാച്ചുകൾ ഇതൊന്നും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ മെറ്റൽ പാർട്ടുകൾ വരുന്ന കൂടുതൽ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഒരു ഡ്രസ്സിൻ്റെ പാർട്ടിൽ നിന്നും ഒഴിവാക്കണം. എന്നിട്ട് നോർമലായിട്ടുള്ള ഒരു പാൻറ്റും അല്ലെങ്കിൽ ഷർട്ടും ധരിച്ചു വേണം വിദ്യാർത്ഥികൾ സ്ലിപ്പറും യൂസ് ചെയ്ത് വേണം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ. ഇതിനോടൊപ്പം ഒരു വിദ്യാർത്ഥി ഏറ്റവും പ്രാധാന്യത്തോടെ ക്യാരി ചെയ്യേണ്ടത് ഹോൾ ടിക്കറ്റാണ്. ഇനി ഈ ഹോൾ ടിക്കറ്റിൽ നാം ഒട്ടിക്കേണ്ടി വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇതിനോടൊപ്പം ഇത് അഡീഷണൽ ആയിട്ട് 2-3 കോപ്പിയും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഫോട്ടോകൾ കരുതണം. ഇതിനോടൊപ്പം നാം എക്സാമിനേഷൻ ഹാളിലേക്ക് നമ്മുടെ ഒരു ID പ്രൂഫ് കൃത്യമായി കൊണ്ടുപോകണം. ആധാർ കാർഡോ അല്ലെങ്കിൽ അതിനോടൊപ്പം ഫോട്ടോ പതിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഒരു ID പ്രൂഫ് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ക്യാരി ചെയ്യണം. നാം പരീക്ഷാ ഹാളിലേക്ക് നമുക്കറിയാം 2024 എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ 20 മിനിറ്റ് വരുന്ന ഒരു എക്സാമിനേഷനാണ്. 3 hours 20 minutes 4 സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി വരുന്ന എക്സാമിനേഷനാണ് ഒരു വിദ്യാർത്ഥി നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടത്. എക്സാമിനേഷൻ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പരീക്ഷ തീരുന്നത് 5:20 3 മണിക്കൂർ 20 മിനിറ്റ് ഒരു എക്സാമിനേഷൻ ഹാളിൽ കുട്ടി സ്പെൻഡ് ചെയ്യണം. ആ എക്സാമിനേഷൻ ഹാളിലേക്ക് ഒരു വിദ്യാർത്ഥി എൻ്റർ ആവേണ്ടത് 1 മണിയോടുകൂടി എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ആവണം. അപ്പോൾ ഏകദേശം ഒരു 12-12:45 വിദ്യാർത്ഥി ലഞ്ച് കഴിച്ചതിന് ശേഷം വേണം എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് ഒരു വിദ്യാർത്ഥി എത്താൻ. അപ്പോൾ ആ സമയത്ത് നാം യാത്ര ചെയ്ത് ദൂരെയുള്ള ഒരു എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ വഴികളിൽ നിന്നുള്ള ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ട് നാം വീട്ടിൽ നിന്നും കുക്ക് ചെയ്ത് പോകുന്ന നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരാത്ത ഏറ്റവും നല്ല ഫുഡുകൾ കഴിക്കുവാൻ ഒരു വിദ്യാർത്ഥി ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1 മണിക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ എൻ്ററായി കഴിഞ്ഞാൽ 5:20 പരീക്ഷ തീർന്ന് ഒരു വിദ്യാർത്ഥി ഇറങ്ങി വരുമ്പോൾ 5:30, 5:45, 6 o'clock വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന 3 മണിക്കൂർ 20 മിനിറ്റ് എക്സാമിനേഷൻ എഴുതേണ്ട ഒരു എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. അങ്ങനെ ഒരു എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് വിദ്യാർത്ഥി എൻ്റർ ആവുമ്പോൾ അവരുടെ കയ്യിൽ നിർബന്ധമായും ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും ഒരു വിദ്യാർത്ഥി നിർബന്ധമായും കരുതിയിരിക്കണം. ഈ ബോട്ടിൽ വാട്ടർ നമുക്ക് എക്സാമിനേഷൻ ഹാളിലും ക്യാരി ചെയ്യാൻ പെർമിഷനുണ്ട്. അപ്പോൾ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഇനി ഹോൾ ടിക്കറ്റിൽ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെ എന്നുള്ളത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു ടൗൺ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഒരു ടൗണിൽ തന്നെ ഒരേ പേരിലുള്ള വിവിധ സ്കൂളുകൾ ഉണ്ടാവും. ഒരു സെൻറ്റ് ജോസഫ് സ്കൂൾ എന്നൊരു പേരിലുള്ളൊരു സ്കൂള് അല്ലെങ്കിൽ NSS എന്ന പേരിലുള്ളൊരു സ്കൂള് ആണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടിയതെങ്കിൽ ചിലപ്പോൾ ഒരു ടൗണിൽ തന്നെ ആ പേരിലുള്ള വിവിധ സ്കൂളുകൾ ഉണ്ടാവും. അപ്പോൾ എവിടെയാണ് എൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് ഒരു ദിവസം മുമ്പെങ്കിലും നാം ആരെങ്കിലും ഗാർഡിയനെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ഒന്ന് അന്വേഷിപ്പിച്ച് വെക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഇല്ലെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ മാറിയതായി നാം അറിഞ്ഞാൽ പിന്നെ തിരക്കിട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് ഒരു ടെൻഷൻ നമ്മുടെ പരീക്ഷയെ എഴുതുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ സെൻറ്റർ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിനോടൊപ്പം ഹോൾ ടിക്കറ്റും ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുള്ള വാട്ടറും ഇതിനോടൊപ്പം ഫോട്ടോയും ID പ്രൂഫും
സിമ്പിൾ ഡ്രസ്സും ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് പോവുക. ഇനി ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി കസ്റ്റം ഡ്രസ്സുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് അവരുടേതായ കസ്റ്റം ഡ്രസ്സുകൾ ഇടാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന അതിനും നേരത്തെയുള്ള സമയത്ത് കൃത്യമായി എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിയിരിക്കണം. ആ എത്തേണ്ട സമയത്തെക്കുറിച്ചൊക്കെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നാം എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുക. ഇനി എക്സാമിനേഷൻ ഹാളിൽ എൻ്ററായി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് 200 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 200 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ 200 മിനിറ്റ്സ് ആണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 1 മിനിറ്റ് ആണ് ലഭിക്കുന്നത്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ 1 മിനിറ്റ് ആവശ്യം വരത്തില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരും. ഇതിനോടൊപ്പം ഒരു വിദ്യാർത്ഥി വളരെ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമയം കടന്നു പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ ആ വിദ്യാർത്ഥി എക്സാം ഹാളിലേക്ക് നിന്ന് പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ നാം എക്സാമിനേഷൻ എഴുതുന്ന മജോറിറ്റി സ്റ്റുഡൻസും എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഫീഡ്ബാക്കുകൾ അന്വേഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു 80% കുട്ടികളും എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പറയുന്നത് എനിക്ക് സമയം തികഞ്ഞില്ല എന്നുള്ള ഒന്നാമത്തെ ആൻസർ ആയിരിക്കും. അത് ഒരു വിദ്യാർത്ഥിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമുണ്ട്. അത് നാം ഇപ്പോൾ മനസ്സിലാക്കാം. ദാറ്റ്സ് വൺ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിൾ, ആവറേജ്, ടഫ് ആൻഡ് വെരി ടഫ്. ഈ 4 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസിനെ നാം ഫേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യസമയം കൊണ്ട് മാനേജ് ചെയ്യണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു കുട്ടിക്ക് അറിയാമായിരിക്കണം. അപ്പോൾ ഇനിയുള്ള 4 ദിവസങ്ങൾ നാം പഠിക്കുമ്പോൾ നാം ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് ടൈം മാനേജ് ചെയ്ത് എക്സാമിനേഷൻ എഴുതാനുള്ള പ്രാക്ടീസ് മോഡൽ എക്സാമിനേഷനിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇതുവരെ എഴുതിയിരിക്കുന്ന, നമ്മുടെ ആൽഫയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മിനിമം ഒരു 30 മോഡൽ എക്സാമിനേഷൻസ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരു ഫസ്റ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. റിപ്പീറ്റഡ് ബാച്ചിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അറൌണ്ട് 60 എബോവ് മോഡൽ എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ടാണ് പബ്ലിക് എക്സാമിനേഷനിലേക്ക് പോകുന്നത്. ഈ എക്സാമിനേഷനുകളിലൂടെയൊക്കെ നമ്മുടെ സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇനിയുള്ള 4 ദിവസങ്ങളിൽ നിർബന്ധമായും എക്സാമിനേഷൻ ഹാളിൽ ടൈം മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ്. ഈ 4 ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം ഇതെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് നാം പരീക്ഷ എഴുതേണ്ടത്? അതായത് നാം എക്സാമിനേഷൻ ഹാളിൽ എൻ്ററായി 1 മണിക്ക് 1:30 എൻ്ററായി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു റൈറ്റിനെ കുറിച്ചും പറയാം. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 1 മിനിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യം 2 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീൽ ഓപ്പൺ ചെയ്താണ് ഒരു വിദ്യാർത്ഥി എക്സാമിനേഷൻ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ 2 മണിക്ക് ശേഷമാണ് സീൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെയും 1 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് പാടില്ല. ആ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് 1:45 ആവുമ്പോഴെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും ആൻസർ ഷീറ്റും കൃത്യമായി കിട്ടി. ഈ ആൻസർ ബുക്കിലെറ്റിൽ നമുക്ക് എഴുതാനുള്ള റോൾ നമ്പരും രജിസ്റ്റർ നമ്പരും പേരുകളും സൈനും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് ജോലികൾ തീർക്കണം. എങ്കിൽ മാത്രമേ 2 മണിക്കുള്ള ബെല്ല് അടിച്ചാലുടൻ സീൽ ഓപ്പൺ ചെയ്ത് പരീക്ഷ എഴുതാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1:45, 1:50 ആവുമ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും ആൻസർ ഷീറ്റും എക്സാമിനർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എനിക്ക് 1 മിനിറ്റ് പോലും കളയാതെ പരീക്ഷ എഴുതാൻ 10 മിനിറ്റ് മുമ്പേ ഈ ബുക്ക്ലെറ്റുകൾ എനിക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എക്സാമിനറെ ഓർമ്മിപ്പിക്കേണ്ടതും ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി കൃത്യം 2 മണിക്ക് നാം പരീക്ഷ എഴുതി തുടങ്ങിയാൽ ഫസ്റ്റ് റൗണ്ട് ആദ്യം തീർക്കുക. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ അറിയാമെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് മാർക്കും ചെയ്തിട്ട് ബബിൾ ഫില്ല് ചെയ്ത് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് ആവറേജ് ആണോ, ടഫ് ആണോ, വെരി ടഫ് ആണോ എന്ന് ഓരോ സിമ്പിൾ കൊടുത്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. എന്താണ് ആവറേജ്? എനിക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ സമയം എടുത്താൽ ആൻസർ കിട്ടും, ഒന്നുകൂടെ വായിച്ചാൽ കിട്ടും എന്നുള്ള ക്വസ്റ്റിനെ ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കുറച്ച് സമയം എടുത്താലും ആൻസർ കിട്ടിയേക്കാം, 50% മേ ബി പോസിബിലിറ്റി 50% ആണെങ്കിൽ അതിനെ ടഫായിട്ട് കൺസിഡർ ചെയ്യാം.
ഇനി ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒരു ഐഡിയയും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനെ വെരി ടഫ് എന്ന് കാറ്റഗറൈസ് ചെയ്യുക, അതിന് ഒരു സിമ്പൽ കൊടുക്കുക. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ബബിൾ ഫില്ല് ചെയ്യുന്നു, അറിയത്തില്ലെങ്കിൽ ആവറേജ് ആണോ ടഫ് ആണോ വെരി ടഫ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഇങ്ങനെ ഒരു കുട്ടി മുന്നോട്ട് മൂവ് ചെയ്താൽ പരീക്ഷ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും വായിച്ചു തീർത്ത് എക്സാം ഫിനിഷ് ചെയ്യാനും മൈനസ് മാർക്കുകൾ കുറയ്ക്കാനും സാധിക്കും. അതിനുശേഷം 200 ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന സമയത്ത് സെക്കൻഡ് റൗണ്ടിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സമയമുണ്ടെങ്കിൽ തേർഡ് റൗണ്ടിൽ ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സിമ്പിൾ, ആവറേജ്, ടഫ് എന്നുള്ള ഓർഡറിൽ ടൈം മാനേജ് ചെയ്ത് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും എക്സാമിനേഷന് 3 hours 20 minutes കൊണ്ട് 200 ക്വസ്റ്റ്യൻസും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു തീർക്കാനും, നിങ്ങൾ ഈ 14 വർഷം സ്കൂളിൽ പോയി ഡ്രീം സെറ്റ് ചെയ്ത് പഠിച്ച പരീക്ഷകളിൽ ഏറ്റവും നല്ല വിജയം നേടി ഏറ്റവും മികച്ച ക്യാമ്പസിലേക്ക്, നമുക്കറിയാം നീറ്റ് എന്ന് പറഞ്ഞ ഒറ്റ പരീക്ഷയിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അതൊരു MBBS മാത്രമല്ല, BDSും ഹോമിയോയും ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്റ്റ് ഇങ്ങനെ പോകുന്ന വിവിധ പ്രോഗ്രാമുകൾ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എല്ലാം ലഭിക്കുന്നത് ഈ ഒറ്റ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെയും ഈ ഒറ്റ എൻട്രൻസിലൂടെയും മാത്രമാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിർബന്ധമായും നീറ്റ് എക്സാമിനേഷൻ ഏറ്റവും നന്നായി എഴുതിയിരിക്കണം, ടൈം മാനേജ് ചെയ്ത് എഴുതിയിരിക്കണം, സ്ട്രെസ് ഫ്രീ ആയി എഴുതിയിരിക്കണം. തീർച്ചയായും ഇതേപോലുള്ള മെത്തേഡുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി പബ്ലിക് എക്സാം എഴുതണമെങ്കിൽ അതിന് മുമ്പുള്ള ഈ 3-4 ദിവസങ്ങൾ കൃത്യമായി മോഡൽ എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് നമ്മുടെ കൃത്യമായ സിസ്റ്റം നാം ലേൺ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പരീക്ഷകൾ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹോൾ ടിക്കറ്റുകൾ എൻട്രൻസ് കമ്മീഷണർ ഡൗൺലോഡ് ചെയ്യാൻ പെർമിഷൻ തന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റിനെ ബേസ് ചെയ്ത് നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വിശദമായി പറയുന്ന അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നീറ്റ് എക്സാമിനേഷൻ എന്ന പരീക്ഷയിലൂടെ മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMCയും എയിംസും ജിപ്മറും പോലെയുള്ള ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് ക്യാമ്പസുകളിലേക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കും ഡെൻ്റൽ കോളേജുകളിലേക്കും ഒക്കെ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാൻ നീറ്റിൻ്റെ റാങ്ക് ആണ് അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ഇതിനോടൊപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്തവരോ റിപ്പീറ്റ് ചെയ്തവരോ സൂപ്പർ റിപ്പീറ്റ് ചെയ്തവരോ എന്നൊന്നും ആർക്കും പരിഗണനയില്ല. ഫസ്റ്റ് ചാൻസ് എഴുതുന്നവരാണോ എന്നൊരു കൺസിഡറേഷനും ഇല്ല. നമ്മൾ ആ പരീക്ഷാ ഹാളിൽ എത്ര നന്നായി എക്സാമിനേഷൻ ഇത് മാർക്ക് സ്കോർ ചെയ്യുന്നു അതാണ് നമ്മുടെ റാങ്കിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായി ടൈം മാനേജ് ചെയ്ത് മോഡൽ എക്സാമിനേഷൻ എഴുതി നമ്മുടെ എക്സ്പീരിയൻസിനെ ഉറപ്പാക്കുക. രക്ഷിതാക്കൾ അതിനുവേണ്ട സപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുക. ഈ 4 ദിവസങ്ങളിലൂടെ സൗജന്യമായി ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ കൃത്യമായി ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഒരു വിദ്യാർത്ഥി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന് ശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് കോഴ്സുകൾ ലഭിക്കുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ. ആ സമയത്തുമൊക്കെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സഹായിക്കാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഇത്രയും പ്രാധാന്യമുള്ള ഒരു നീറ്റ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കേണ്ടത് 3 സബ്ജക്റ്റാണ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഈ സബ്ജക്റ്റുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അത് 11th 12th പഠിക്കാനുള്ളത് മാത്രം. ഒരു സ്റ്റേറ്റ് ബോർഡോ CBSEയോ ISCയോ ഏത് പഠിച്ചവരും ആവട്ടെ എല്ലാവർക്കും പഠിക്കാനുള്ള സെയിം ടെക്സ്റ്റ് ബുക്ക് NCERT. അതിൽ നിന്ന് മാത്രമാണ് ഈ നീറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓബ്ജക്റ്റീവ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട രീതികൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് നീറ്റ് എക്സാമിനേഷൻ ഈസിയായി മാറും, നല്ല റാങ്കിലെത്താൻ സാധിക്കും. തീർച്ചയായും സിസ്റ്റമാറ്റിക്കായ ഒരു അപ്രോച്ചാണ്, സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി മെത്തേഡുകളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഹാർഡ് വർക്ക് ചെയ്യല്ല, സ്മാർട്ട് വർക്കിലൂടെ വിജയിക്കാൻ
ആൽഫ അക്കാഡമിയുടെയും ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെയും ഒരു സിസ്റ്റം അതാണ്. സ്മാർട്ട് വർക്കിലൂടെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ 24 വർഷമായിട്ടും ആൽഫ ആലപ്പുഴയിൽ മാത്രം, ആൽഫ അക്കാഡമി ആയിട്ടും ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളായിട്ടും ആലപ്പുഴയിൽ മാത്രം നിലനിൽക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ടുകളൊന്നും വിവിധ ബ്രാഞ്ചുകളിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. വളരെ കുറച്ച് കുട്ടികളെ എടുത്ത് അവരുടെ കഴിവുകളെ വളർത്താൻ വേണ്ട സിസ്റ്റം കൃത്യമായി കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി റിപ്പീറ്റർ ബാച്ചിലൂടെയോ ക്രാഷ് കോഴ്സിലൂടെയോ ലോങ് ടൈം കോച്ചിങ്ങിലൂടെയോ ഇതിലൊക്കെ ഏറ്റവും ബെസ്റ്റായ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ പാർട്ടായി +1 +2 പഠിച്ചൊക്കെ വിജയിക്കാനുള്ള കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. സംശയങ്ങൾ തീർക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നീറ്റ് എക്സാമിനേഷൻ 2024 കേരളത്തിൽ നിന്ന് എഴുതുന്ന ലക്ഷ്യത്തോടുകൂടി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആൽഫ അക്കാഡമിയുടെ സ്കൂൾ ക്യാമ്പസിൽ നിന്നും ചെയർമാൻ റോജസ് ജോസ്. ബെസ്റ്റ് വിഷസ്.